പഹൽഗാമിലെ കൂട്ടക്കുരുതി നടത്തിയവർ ആലോചിക്കാത്ത വിധമുള്ള തിരിച്ചടിയുമായി ഇന്ത്യ. വെള്ളം നൽകിയില്ലെങ്കിൽ ആണവയുദ്ധമുണ്ടാകുമെന്ന പാകിസ്ഥാൻ ഭീഷണിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി. സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി, മറിച്ച് വെള്ളം തുറന്നുവിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശമാണ്. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നുവിട്ടു. ഇതോടെ ചലം നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായി. പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി. ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചു. മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നുവിട്ടുള്ള നിർണായക നീക്കമുണ്ടായിരിക്കുന്നത്. കൊഹല, ദാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. വെള്ളം ഇരച്ചുകയറി. ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പെടുകയാണ്. പാക് അധീന കാശ്മീരിലെ നദീതീരത്തുള്ള ഡുമൈൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. പാക് അധീന കാശ്മീരിൻ്റെ തലസ്ഥാനമായ മുസാഫർബാദിലെയും ചഗോദിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകി. ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു. ചലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത്. ഇന്ത്യ മനഃപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നുവിട്ടെന്ന് പാക് അധീന കാശ്മീരിലെ സർക്കാർ ആരോപിച്ചു. മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്നാണ് ഇത് അവർ പറഞ്ഞു. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടിക്രമമാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. സിന്ധു നദീ ജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരുമെന്നാണ് വിലയിരുത്തൽ. പാക് DGPയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ്. ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും. അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാനാകില്ല. അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം. വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട്. പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഡാം തുറന്നുവിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം. സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ. ഇന്ത്യയുടെ പ്രഹരം 3 ഘട്ടമായി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം ഉടൻ തടയാനായില്ലെങ്കിലും പലതരത്തിലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാനിലേക്കുള്ള നദീജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഹ്രസ്വകാല, മധ്യകാല, ദീർഘകാല എന്നിങ്ങനെ കാലയളവ് തിരിച്ചാണ് നടപടികൾ സ്വീകരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത അടക്കം നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറുന്നത് നിർത്തിവെക്കൽ, കമ്മീഷണർമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും നദീതടത്തിലെ പുതിയ വികസന പദ്ധതികളെക്കുറിച്ചും മുൻകൂട്ടി അറിയിക്കുന്നതും ഒഴിവാക്കൽ എന്നിവയാണ് ആദ്യഘട്ടം നടപ്പാക്കുക. നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ വെള്ളപ്പൊക്കം, വരൾച്ച എന്നിവ മുൻകൂട്ടി അറിയാൻ പാകിസ്ഥാനാകില്ല. നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യാതിരിക്കലാണ് 2ാം ഘട്ടം. ജലം ഉപയോഗിച്ച് ജമ്മു കാശ്മീരിന് വൈദ്യുതി നൽകാനുള്ള ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം, നദികളുടെ ഒഴുക്ക് തിരിച്ചുവിടൽ എന്നിവ 3ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. കിഴക്കൻ നദികളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ജമ്മു കാശ്മീരിനായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെന്ന ആവശ്യം ഏറെ കാലമായുണ്ട്. പാകിസ്ഥാനെ അറിയിക്കാതെയും അനുമതി തേടാതെയും ഈ സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ ഇന്ത്യക്ക് കഴിയും. പദ്ധതിക്ക് ധനസഹായം നൽകുന്ന ലോകബാങ്കിന് പാകിസ്ഥാൻ പരാതി നൽകിയാലും വിഷയം അതിർത്തി കടന്നുള്ള ഭീകരതയായതിനാൽ ഇന്ത്യക്ക് എതിരായി നിലപാട് സ്വീകരിക്കാൻ സാധ്യമല്ല. മൻ കി ബാത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് പരാമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ അഗാധമായ വേദനയുണ്ട്. ഏപ്രിൽ 22 പഹൽഗാം ഭീകരാക്രമണം എല്ലാ പൗരന്മാരുടെയും ഹൃദയം തകർത്തു. ഹൃദയം തകർത്ത ഭീകരർക്ക് കഠിനമായ ശിക്ഷ നൽകും, പ്രധാനമന്ത്രി പറഞ്ഞു. ജമ്മു കാശ്മീരിൻ്റെ വളർച്ച ഭീകരവാദികൾക്ക് ദഹിക്കുന്നില്ല. രാജ്യം കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പമാണ്. ഭീകരാക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട ഓരോ പൗരനും രോഷാകുലരാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഐക്യത്തോടെ തുടരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് ആഹ്വാനം ചെയ്തു. ഭീകരർക്കെതിരായ ഈ യുദ്ധത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശക്തിയാണ് രാജ്യത്തിൻ്റെ ഐക്യവും 140 കോടി ഭാരതീയരുടെ ഐക്യദാർഢ്യവും. ഭീകരതയ്ക്കെതിരായ നമ്മുടെ നിർണായക പോരാട്ടത്തിൻ്റെ അടിസ്ഥാനം ഈ ഐക്യമാണ്. രാജ്യം നേരിടുന്ന ഈ വെല്ലുവിളിയെ നേരിടാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണം. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം ശക്തമായ ഇച്ഛാശക്തി പ്രകടിപ്പിക്കേണ്ടതുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞു.
പഹൽഗാമിലേക്ക് ഭാരതീയരുടെ ആത്മാവിന് നേരെ ഉണ്ടായ ആക്രമണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നു. എല്ലാ ഭീകരരെയും പിന്തുടർന്ന് ചെന്ന് ശിക്ഷിക്കും. സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ശിക്ഷയാകും ഓരോരുത്തർക്കും നൽകുകയെന്നും മോദി വ്യക്തമാക്കിയിരുന്നു. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതേസമയം തിരിച്ചടിക്ക് ഒരുങ്ങി ഇന്ത്യ. അറബിക്കടലിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യൻ കരനാവിക സേനകൾ ദീർഘദൂര മിസൈലുകളുടെ പരീക്ഷണം അറബിക്കടലിൽ നടന്നു. ഇതിന്റെ വീഡിയോ നാവികസേന പങ്കുവച്ചിട്ടുണ്ട്. കൃത്യതയുള്ള ആക്രമണങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ, അവയുടെ പ്ലാറ്റ്ഫോമുകൾ, മിസൈലുകൾ, ആയുധ സംവിധാനങ്ങൾ എന്നിവ സുസജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു. അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുന്ന സാഹചര്യത്തിലാണ് നാവികസേനയുടെ മുന്നറിയിപ്പ്. ഏത് സാഹചര്യവും എപ്പോഴും എവിടെയും നേരിടാൻ സൈന്യം സജ്ജമാണ് എന്നാണ് നാവികസേന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.